അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡച്ച് ഇൻവേഷനെ കുറിച്ചിട്ടാണ് അല്ലെ. ഡച്ചുകാര് കേരളത്തിൽ വന്നിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം 1498 വാസ്കോഡഗാമയുടെ വരവിന് ശേഷം പോർച്ചുഗീസുകാര് നമ്മളുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള ഈ സകല കൂത്താട്ടങ്ങളും നമ്മൾ കണ്ടതാണ്. ഭയങ്കര അഹങ്കാരമായിരുന്നു അല്ലെ. നമ്മുടെ രാജാക്കന്മാരുടെ വീക്ക്നെസ്സുകളൊക്കെ ഇവരെന്ത് ചെയ്തു, യൂട്ടിലൈസ് ചെയ്ത് ഇവരുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും നമ്മുടെ ഭരണാധികാരികൾക്ക് നേരെ കോട്ടകൾ നിർമ്മിച്ച് പീരങ്കികൾ പോലെ അതിനെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ വലിയ ശക്തിയുള്ള ഒരു യൂറോപ്യൻ ശക്തിയായി മാറിയാല് പോർച്ചുഗീസുകാർ. അങ്ങനെ ഭയങ്കര ഭീകരമായ ഒരവസ്ഥയായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഈ സമയത്ത് നമ്മുടെ നാട്ടിലുള്ളത് പോർച്ചുഗീസുകാരാണ്. പക്ഷെ ഈ പോർച്ചുഗീസുകാരുള്ളപ്പോ നമുക്കറിയാം അറബികൾ ഉണ്ടായിരുന്നു. അറബികളുമായിട്ട് ഇവരുടെ കോൺഫ്ലിക്റ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതേ സമയത്ത് ഡച്ചുകാർ നമ്മുടെ നാട്ടിൽ ചില കച്ചവടമൊക്കെ നടത്തണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരന്മാരെന്നെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വന്നു. ഇവിടെ ഭയങ്കര പോർച്ചുഗീസിന് വലിയ സ്വാധീനം നമ്മുടെ മലബാറിലാണെങ്കിലും, അതായത് കോഴിക്കോട്, കൊച്ചി, സാമൂതിരിയുടെ അടുത്ത് അല്ല കോലത്തിരിയുടെ അടുത്താണെങ്കിലും ഇവിടെയൊക്കെ എന്താണ് വല്ലാത്തൊരു സ്വാധീനമാണ് ആർക്കുണ്ടായിരുന്നത്, പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സ്വാധീനത്തിന്റെ മേലാണ് ഡച്ചുകാരുടെ വലിയൊരു കടന്നുവരവ് ഉണ്ടാവുന്നത്. അതായത് പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനത എന്ന് പറയുന്നത്, യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത എന്ന് പറയുന്ന ആൾക്കാരാണ് ആര്? ഡച്ചുകാർ എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാരാണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ വരുമ്പോൾ ഈ സെന്റൻസ് ഒക്കെ ഭയങ്കര കിടിലമായിരിക്കും കേട്ടോ. ആരാണ്? അത് നമ്മളുടെ ഡച്ചുകാരാണ് അല്ലെ. 1663 കൊച്ചി എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്തോടു കൂടിയാണ് കേരളത്തിലെ ഡച്ച് കാലഘട്ടം വലിയൊരു ശക്തി പ്രാപിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു കൊല്ലം പിടിക്കുന്നുണ്ട്, നമുക്ക് പറയാം, കഥയുണ്ട് കേട്ടോ. അപ്പോ 1595 മുതൽ ഡച്ചുകാർ ഇന്ത്യയിലെത്തി എങ്കിലും 1595 കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലെത്തിയെങ്കിലും ഒരു 1602 കാലഘട്ടത്തിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. 1602 കാലഘട്ടത്തിലാണ് എന്ത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതം ആകുന്നത്. അപ്പൊ 1595 ഇന്ത്യയിലെത്തിയ ഡച്ചുകാർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നു. ഇവിടുത്തെ ബിസിനസ് ഒക്കെ നോക്കി പോർച്ചുഗീസുകാരന്മാരാണെങ്കിൽ ഭയങ്കര പ്രശ്നം, അവന്മാരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ രീതിയിൽ വലിയ ശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1602 കൂടി നമ്മുടെ ഈ നാട്ടിൽ ചില വാണിജ്യ സാധ്യതകൾ ഉണ്ട് എന്നാര് മനസ്സിലാക്കി? നമ്മുടെ ഡച്ചുകാര് മനസ്സിലാക്കി. അങ്ങനെ ഡച്ചുകാരെ ഇങ്ങനെ ചുറ്റുമൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് 1602 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരും തുടങ്ങി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 കൂടി സ്ഥാപിതമാകുന്നു. അങ്ങനെ ഈ 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടങ്ങ് കച്ചവടം തുടങ്ങുന്നു ആയിരുന്നില്ല. അങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ അന്നത്തെ ഡച്ച് അഡ്മിറലായിരുന്ന സ്റ്റീവൻ വാൻഡർ ഹാഗൻ, ആരാണ്? ഡച്ച് അഡ്മിറലായിരുന്ന, സ്ലൈഡിലില്ല, ഡച്ച് അഡ്മിറലായിരുന്ന സ്റ്റീവൻ വാൻഡർ ഹാഗൻ എന്ന് പറയുന്ന ഒരു ഡച്ച് അഡ്മിറല് എവിടെത്തി? നേതൃത്വത്തിൽ ഒരു ഡച്ച് കമ്പനിയുടെ ഒരു പര്യടന സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ആര്? ഡച്ച് ഭരണകൂടം. അങ്ങനെ ഡച്ച് ഭരണകൂടത്തെ നയിച്ചുകൊണ്ട് ആരാണ് വരുന്നത്? അന്നത്തെ ആദ്യകാല ഡച്ച് അഡ്മിറലായിരുന്ന സ്റ്റീവൻ വാൻഡർ ഹാഗ് എങ്ങടേക്ക് എത്തി? നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തി. ഇവിടെ വന്ന് എന്ത് ചെയ്തു? സാധാരണ പോർച്ചുഗീസുകാർ വരുമ്പോൾ എങ്ങോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക? നേരെ സാമൂതിരിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ സാമൂതിരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവര് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ഉടമ്പടിയൊക്കെ തയ്യാറാക്കി. അതായത് ഇവിടെ പോർച്ചുഗീസുകാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, തിരുമേനി പാവപ്പാടെ പെട്ടിരിക്കുവാന്നും ഞങ്ങൾക്ക് അറിയാം. ആര് പറഞ്ഞു? ഡച്ചുകാര് പറഞ്ഞു. അപ്പൊ ഡച്ചുകാര് പറഞ്ഞു നിങ്ങൾ എന്തായാലും പെട്ടിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം, പോർച്ചുഗീസുമാരുടെ സ്വഭാവവും ഞങ്ങൾക്കറിയാം, ഭയങ്കര ക്രൂരന്മാരാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷെ ഇവിടുത്തെ കച്ചവട കുത്തക, വാണിജ്യ കുത്തക എന്ന് പറഞ്ഞാൽ അവന്മാർ ഇവിടെ കിടന്ന് വിളയാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ചിലപ്പോൾ കിരീടിക്കും, ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള അവകാശവും ആര് തരണം? സാമൂതിരി തരണമെന്ന് ഡച്ചുകാര് ആവശ്യപ്പെട്ടു. സാമൂതിരി നോക്കിയപ്പോ ശരിയാവും, കാരണം പോർച്ചുഗീസുകാരെ കൊണ്ട് സ്വസ്ഥതകേടാണ്, അവരാണ് ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവന്മാരെ ഒതുക്കാൻ ഒരു നല്ല മാർഗ്ഗ കാര്യം, ഇവന്മാര് തമ്മിൽ അടിച്ചങ്ങ് തീർന്നോളൂല്ലോ എന്ന് വിചാരിച്ചു. സാമൂതിരി വിചാരിച്ചു. അപ്പൊ സാമൂതിരി പറഞ്ഞു ഓക്കെ ഡൺ ബോയ് ഡൺ എന്ന് പറഞ്ഞു. ആര്? സാമൂതിരി പറഞ്ഞു. അപ്പോ സാമൂതിരി ഡൺ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അപ്പൊ ആയപ്പാടെ ഡച്ചുകാർക്ക് സന്തോഷം, ആഹാ അടിപൊളി. അങ്ങനെ ഡച്ചുകാരൻ ചെയ്തു 1604
സാമൂതിരിയുമായി ആദ്യമായി ഒരു ഉടമ്പടി വെക്കുന്നത്. അപ്പൊ ഡച്ചുകാര് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയുമായി ആദ്യമായി വെക്കുന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ 1604 സാമൂതിരിയുമായി വെച്ച ഉടമ്പടിയാണ് എന്നത് വളരെ വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1604 ഡച്ചുകാർ സാമൂതിരിയുമായി വെച്ച ട്രീറ്റിയാണ്, ഉടമ്പടിയാണ്, ഒപ്പാണ്. എന്ത്? ഡച്ചുകാർ ഒരു ഇന്ത്യൻ രാജാവുമായി ആദ്യമായി വെച്ച ഒപ്പ് എന്നോർക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോ റാങ്ക് ഫയലുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ചില റാങ്ക് ഫയലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ആദ്യമായി ഇന്ത്യയിൽ വന്നതെന്ന്. യെസ്, 1604. ഈ 1604 നമ്മുടെ സ്റ്റീവൻ വാൻഡർ ഹാഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും സാമൂതിരിയെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു. ആ ഉടമ്പടിയാണ് ഡച്ചുകാർ ഒരു ഇന്ത്യൻ രാജാവുമായി വെക്കുന്ന ആദ്യ ഉടമ്പടി എന്നത് വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ആണ്. അതിന്റെ മറ്റൊരു പോയിന്റ് എന്താണ്? ഡച്ചുകാരുടെ കപ്പൽ സമൂഹം ഇന്ത്യയിൽ എത്തിയത്, കേരളത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1604 സ്ലൈഡിലില്ല. ഓക്കെ, അങ്ങനെ ഈ ഉടമ്പടിയിൽ എന്തായിരിക്കും പറഞ്ഞത്? ആ പോർച്ചുഗീസുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സാമൂതിരിയെ ഞങ്ങൾ സഹായിക്കും. പക്ഷെ പകരം ഞങ്ങൾക്ക് എന്ത് വേണം? ഈ മണ്ണിൽ വാണിജ്യ സൗകര്യം സ്വതന്ത്രമായി ചെയ്യുവാൻ, പോർച്ചുഗീസുകാർക്ക് മേലിൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് അധികാരം വേണമെന്ന് ആര് പറഞ്ഞു? ഈ ഡച്ചുകാരന്മാര് നൈസായിട്ട് കയറി അങ്ങ് പറഞ്ഞു. അപ്പൊ സാമൂതിരി നോക്കിയപ്പോ കൊള്ളാം, കാര്യം നമ്മൾ കേട്ടേ പോർച്ചുഗീസുകാരുടെ കഥ മൊത്തം നമ്മൾ കേട്ടതാ. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് പോയി കണ്ടേക്കണം. അങ്ങനെ ഭയങ്കര പ്രശ്നം നടക്കുന്ന 1608 കാലഘട്ടം എത്തി. 1608 കാലഘട്ടത്ത് കോഴിക്കോട് മറ്റൊരാൾ സന്ദർശിച്ചു. അന്നത്തെ അഡ്മിറൽ ആയിരുന്ന വെർഹോവ്. ആരാണ്? വെർഹോഫ് വന്നു 1608. അങ്ങനെ 1604 ഉടമ്പടി ഒന്നുകൂടി പുതുക്കി ഒപ്പുവെച്ചു. അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നും ഇല്ല, അതിനൊന്നുമില്ല. പക്ഷെ ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഡച്ചുകാർ എന്താണെന്ന് ഇവരുടെ ഒരു പോളിസി എന്നാ അറിയാവോ? നമ്മുടെ പോർച്ചുഗീസുകാർ വന്നപ്പോ ഇവർ ചെയ്യുന്നതോ സാമൂതിരി, കൊച്ചി, വേണാട്, കോലത്തിരി ഇങ്ങനെയുള്ള പ്രധാന രാജാക്കന്മാരുടെ അടുത്ത് പോയി ഉടമ്പടി ഉണ്ടാക്കി അവിടെ നിന്നും ചെറുകിട രാജാക്കന്മാരെ തുരത്തി ഓടിച്ചും ആ ശക്തി കുറച്ച് വലിയ രാജാക്കന്മാരുടെ മേൽ ഭരണം പിടിക്കലായിരുന്നു പോർച്ചുഗീസുകാർക്ക് കാര്യമെങ്കിൽ. ഡച്ചുകാർ അങ്ങനൊന്നും ആയിരുന്നില്ല. പറഞ്ഞ പോളിസി വേറെയായിരുന്നു. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവിടുത്തെ ചെറുകിട രാജാക്കന്മാരുമായിട്ട് വലിയൊരു ചങ്ങാത്തം ഉണ്ടാക്കാനായിട്ട് ആര് ശ്രമിച്ചു? ഈ ഡച്ചുകാരന്മാർ ശ്രമിച്ചു. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പുറക്കാട്, കായംകുളം, ഇങ്ങനെയുള്ള തെക്കൻകൂറ്, വടക്കൻകൂറ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെറുകിട രാജാക്കന്മാരുണ്ടായിരുന്നു. ഈ രാജാക്കന്മാരുമായിട്ടും ഒക്കെ വന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഡച്ചുകാർ വലിയൊരു ചങ്ങാത്തം കൂടി. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാരും ഇതേ പോളിസിയാണ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ചെറുകിട രാജാക്കന്മാരെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ ഉത്തര കേരളത്തിൽ നിന്നും ഈ പറയുന്ന ഇവരുടെ ശ്രദ്ധ നേരെ മധ്യ കേരളത്തിലേക്ക് തിരിഞ്ഞു. ആരുടെ? ഡച്ചുകാരുടെ. അങ്ങനെ ഇവർ ഡച്ചുകാരെന്ത് ചെയ്തു? പുറക്കാട്, കായംകുളം എന്നിവരുമായിട്ട് ഒരു ബന്ധം, പുറക്കാട് രാജവംശമായും കായംകുളം രാജവംശവുമായും ഒരു ബന്ധം സ്ഥാപിക്കാൻ ആര് തയ്യാറാവുകയാണ്? ഈ പറയും പോലെ ഡച്ചുകാർ തയ്യാറാവുകയാണ്. അങ്ങനെ 1642 പുറക്കാട് രാജാവുമായി ഡച്ചുകാർ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നു. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ. 1642 പുറക്കാട് രാജാവുമായിട്ട് ആര് ഒപ്പുവെക്കുന്നു? ഈ പറയുന്ന ഡച്ചുകാർ ഒരു ഇത് ചെയ്യുന്നു. അങ്ങനെ ഈ ഉടമ്പടി പ്രകാരം ഡച്ചുകാർക്ക് ഒരു ഫാക്ടറി പണിയുവാൻ, പുറക്കാട് രാജ്യപ്രദേശത്ത് തന്നെ ഒരു ഫാക്ടറി പണിയുവാനായി പുറക്കാട് രാജാവ് ആർക്ക് അനുമതി കൊടുക്കുന്നു? ഈ പറയുന്ന ഡച്ചുകാർക്ക് അനുമതി കൊടുക്കുന്നു. അടിപൊളി, സൂപ്പർ, കൊള്ളാം. അങ്ങനെ 1643 എത്തിയപ്പോ ആദ്യം പുറക്കാടാണെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് പോയി. ഇത് നമ്മുടെ അമ്പലപ്പുഴ, ആലപ്പുഴ ഭാഗത്തൊക്കെ ഈ പുറക്കാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി അപ്പുറത്തോട്ട് പോയി. അപ്പുറത്താരാളെ? കായംകുളം. മാപ്പ് എടുത്ത് നോക്കണം, കായംകുളം. അങ്ങനെ പുറക്കാട്, കായംകുളം രാജാക്കന്മാരുമായിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയും ആ ഉടമ്പടി പ്രകാരം പഞ്ഞി, ഇരുമ്പ്, പഞ്ഞി എന്ന് പറഞ്ഞ കോട്ടൺ, പഞ്ഞി, ഇരുമ്പ്, അതുപോലെ തന്നെ നമ്മുടെ തകരം, കറുപ്പ്, ചന്ദനത്തടി മുതലായ സാധനങ്ങളൊക്കെ ഡച്ചുകാരിൽ നിന്നും വാങ്ങിക്കൊള്ളാമെന്ന് പുറക്കാട്, കായംകുളം പോലുള്ള ചെറുകിട രാജാക്കന്മാർ സമ്മതിച്ചു കൊടുത്തു. 1643 പുറക്കാട്, കായംകുളം രാജാക്കന്മാരും മറ്റൊരു ഉടമ്പടി ലഭിക്കുകയും ഇതുപ്രകാരം പഞ്ഞി,
ഇരുമ്പ്, തകരം, കറുപ്പ്, ചന്ദനത്തടി മുതലായ സാധനങ്ങൾ ഡച്ചുകാരിൽ നിന്നും വാങ്ങി ആർക്ക് ശേഖരിക്കാം? ഇന്ത്യക്കാർക്ക് ശേഖരിക്കാം. പകരം എന്തായിരിക്കും കൊടുക്കേണ്ടത്? അതെ, ഏതാ? കുരുമുളക്. കുരുമുളകും സ്പൈസസും ആർക്ക് കൊടുക്കണം? ഡച്ചുകാർക്ക് മാത്രമായി കൊടുക്കണം എന്നുമായിരുന്നു നിബന്ധന. 1643 ഉടമ്പടിയുടെ കാര്യമാണ് പറയുന്നത്. ആരൊക്കെയായിട്ട്? പുറക്കാട്, കായംകുളം എന്നിങ്ങനെയുള്ള ചെറുകിട പ്രധാന രാജാക്കന്മാരുമായി വെച്ചതാണ്. ഈ ഉടമ്പടി പ്രകാരം ഏതൊക്കെ സാധനങ്ങളാ? പഞ്ഞി, നോട്ട് എഴുതി പോണേ, പഞ്ഞി, ഇരുമ്പ്, തകരം, കറുപ്പ്, ചന്ദനത്തടി എന്നിവയൊക്കെ ആർക്കാണ്? ഇന്ത്യൻ രാജാക്കന്മാർക്ക് ഡച്ചുകാരിൽ നിന്നും വില കൊടുത്തു വാങ്ങാം. പകരമായി ഡച്ചുകാർക്ക് എന്ത് കൊടുക്കണം? കുരുമുളക്, കറുത്ത പൊന്ന്, പെപ്പർ ആർക്ക് കൊടുക്കണം? ഇവർക്ക് കൊടുത്തോളണം എന്നുള്ളൊരു നിബന്ധന കൂടി വന്നു. അങ്ങനെ ചെറുകിട രാജാക്കന്മാരുമായി ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഐഡിയ? ഡച്ചുകാരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഐഡിയ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അങ്ങനെ ഡച്ചുകാർ കൊല്ലം പിടിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുകയാണ്. 1658 കൊല്ലത്തെ പിടിച്ചെടുക്കുന്നത്. എങ്ങനെയാന്ന് നോക്കാം. അതായത് പോർച്ചുഗീസുകാർ അടിക്കടി ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരുന്നു. അവരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരുന്നു. ഡച്ച് ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. സകല രാജാക്കന്മാരുമായിട്ട് ഡച്ചുകാർക്ക് ഭയങ്കര ചങ്ങാത്തം, ഭയങ്കര കമ്പനി. പോർച്ചുഗീസുകാരെ എങ്ങനെയും തുരത്തുക എന്ന് ഇന്ത്യയിലെ, കേരളത്തിലെ നമ്മുടെ രാജാക്കന്മാർ വിചാരിച്ചത് കൊണ്ട് ഡച്ചുകാർക്ക് മാക്സിമം ഫ്രീഡവും കൂടെ കൊടുത്തതുകൊണ്ട് ഡച്ചുകാർ ഓരോ ദിവസവും എന്ത് ചെയ്തു? ഇവർക്ക് ദിനം പ്രതി ഇവരുടെ കയ്യിലുള്ള കൈവശമുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇവരിങ്ങനെ ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരുടെ സ്ഥാനത്ത് ഒരു മികച്ച യൂറോപ്യൻ ശക്തിയാവുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? ഈ പറയുന്ന ഡച്ചുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ 1658-59 കാലഘട്ടത്തിൽ, ഓക്കെ, നമ്മൾ പഠിക്കുമ്പോ 58 എന്നിരുന്നോട്ടെ, 1658-59 കാലഘട്ടം മനസ്സിൽ വരണം. ഇങ്ങനെ ടൈറ്റിലായിട്ട് എഴുതി കാണിക്കണം. 1658, 1659 എന്ന് എഴുതി കാണിക്കണം. അങ്ങനെ 1658, 1659 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു? ഡച്ച് അഡ്മിറലായിരുന്ന ആര്? വാൻ ഗുവൻസ്. ആരാണ്? ഡച്ച് അഡ്മിറലായിരുന്ന വാൻ ഗുവൻസ് ശ്രീലങ്കയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിലായ കൊളംബോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. 1658-59 കാലഘട്ടങ്ങളിൽ ഡച്ച് അഡ്മിറൽ ആയിരുന്ന ആരാണ്? വാൻ ഗുവൻസ്. താൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? വാൻ ഗുവൻസ് എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, അതാ വാൻ ഗുവൻസ്. അങ്ങനെ ഡച്ച് അഡ്മിറൽ ആയിരുന്ന വാൻ ഗുവൻസ് എന്ത് ചെയ്തു? ഈ പറയുന്ന പോർച്ചുഗീസ് ആധിപത്യത്തിലായിരുന്ന ശ്രീലങ്കയിലെ കൊളംബോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും കേരളത്തിൽ നിന്ന് തന്നെ പോർച്ചുഗീസുകാരെ തുരത്തുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. ആര്? അഡ്മിറൽ വാൻ ഗുവൻസ്, ഡച്ചുകാരനായ വാൻ ഗുവൻസ്. അങ്ങനെ അതിൽ ആദ്യം ലക്ഷ്യം എന്ന് പറയുന്നത് കൊല്ലമായിരുന്നു. ഇവർക്ക് ആദ്യമായിട്ട് പിടിച്ചെടുക്കണമെന്ന് വിചാരിച്ച പ്രദേശം കൊല്ലമാണ്. വേണാട് പ്രദേശങ്ങളാണ് ഇവർക്ക് പിടിച്ചെടുക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചു. അങ്ങനെ 1658 1658 ഡിസംബർ 29 ഡിസംബർ 29 പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ട നമ്മുടെ ഡച്ചുകാർ പിടിച്ചടക്കി. കാര്യം എന്താ? ഭയങ്കര വീക്കാണ്. റാണിയും വലിയൊരു അനുകൂലമായ സമീപനമാണ് ഡച്ചുകാരോട് എടുത്തത്. കൊല്ലം റാണിയും വളരെ അനുകൂലമായ സമീപനം എടുത്തതോടുകൂടി പോർച്ചുഗീസുകാർക്ക് വലിയ ശക്തി ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ 1658 ഡിസംബർ 29 വർഷം പഠിച്ചാൽ മതി. അത്ര സ്പെക്കുലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഠിക്കണ്ട. 1658 എന്ത് പിടിച്ചെടുത്തു? കൊല്ലം കോട്ട പിടിച്ചെടുത്തു. അധികം വൈകാതെ 1659 ജാനുവരി 7 കൊല്ലം റാണിയുമായി വാൻ ഗുവൻസ് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. വലിയ താമസമൊന്നും വെച്ചില്ല. പിടിച്ച പാടെ 1659 അടുത്തൊരു ഉടമ്പടി കൊല്ലം റാണിയുമായിട്ട് ആരുണ്ടാക്കി? അഡ്മിറൽ വാൻ ഗുവൻസ് ഉണ്ടാക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ഉടമ്പടി പ്രകാരം കൊല്ലം നഗരം, പോർച്ചുഗീസ് തോട്ടം, പോർച്ചുഗീസ് കോട്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആർക്ക് വിട്ടുകൊടുത്തു? റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞു. പോർച്ചുഗീസ് തോട്ടങ്ങൾ, പോർച്ചുഗീസ് കോട്ട, പോർച്ചുഗീസ് കൊല്ലം എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ആർക്ക് വിട്ടുകൊടുത്തു? ഡച്ചുകാർക്ക് കൊടുത്തേക്കാമെന്ന് ആര് പറഞ്ഞു? കൊല്ലം റാണി അവകാശപ്പെട്ടു, പറഞ്ഞു. അങ്ങനെ ഇരുവരും ഒരു പ്രതിരോധ സഖ്യം, അതായത് ഒരു ഡിഫൻസ്
കൂട്ടുകെട്ടുണ്ടാക്കി. ഇവര് തമ്മിലൊരു പ്രതിരോധ ശക്തി, അതായത് പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാൻ വേണ്ടി കൊല്ലത്തിന്റെ ഒരു പട്ടാള സേനയും ഡച്ചിന്റെ പട്ടാള സേനയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പൊക്കോളാമെന്ന് ഒരു ഒപ്പുകൂടി അതിനകത്ത് വെച്ചു. കാരണം എന്താ, പോർച്ചുഗീസുകാരെ തുടയ്ക്കാൻ പോർച്ചുഗീസുകാരാണ് ഇവിടെ എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ തുരത്താൻ ഏറ്റവും നല്ല മാർഗമായി ഇതിനെ ഉപയോഗിച്ചു ആര്, ഓരോ ഭരണാധികാരികളും. അതിലൊരാളാണ് കൊല്ലം റാണി എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ശേഷം എന്ത് ചെയ്തു, ആ ഒപ്പൊക്കെ ഇട്ടു, സ്ഥലമൊക്കെ പിടിച്ചടക്കി, എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കിയിട്ട് വാൻഗ്വൻസ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് പോവാന്ന് വെച്ചു. അങ്ങനെ പുള്ളിക്കാരൻ വേറുള്ള സ്ഥലങ്ങളിലേക്കും കേരളത്തിന്റെ നോർത്തേൺ പാർട്ടിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ വലിയ വലിയ കച്ചവടവും ഇതിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പോയ സമയത്ത് ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, വാൻഗ്വൻസ് പോയി. അവനാണ് ആകപ്പാടെ ഒരു പ്രശ്നക്കാരൻ. ഇനിയിപ്പൊ നൈസായിട്ട് കയറി അങ്ങ് തിരിച്ചടിക്കാം. എന്നിട്ട് നമുക്ക് പോയ സ്ഥലമൊക്കെ നമുക്ക് പിടിച്ചെടുക്കണമെന്ന് ആര് തീരുമാനിച്ചു, പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. അങ്ങനെ ഈ പോർച്ചുഗീസുകാർ എന്നറിയാമോ, അങ്ങനെ വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ ഒരു 1659 ഒരു ഏപ്രിൽ മാസമൊക്കെ എത്തി. അതേ വർഷം 1659 ജാനുവരി 7 ഉടമ്പടി ഉണ്ടാക്കിയത്. അതേ വർഷം ഒരു ഏപ്രിൽ മാസമൊക്കെ ആയപ്പോ ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, ഡച്ചുകാരുമായിട്ട് നല്ല ശക്തമായ ഒരു യുദ്ധം കൊല്ലത്ത് നടത്തി. ആ യുദ്ധത്തിൽ കൊല്ലം എന്ത് ചെയ്തു, വീണ്ടും പോർച്ചുഗീസുകാര് തിരിച്ചെടുത്തു. അവര് പിടിച്ച പ്രദേശമൊക്കെ തിരിച്ചെടുത്തു. ഇത് നമ്മുടെ വാൻഗ്വൻസ് അങ്ങ് ദൂരെ ഇരുന്ന് അറിഞ്ഞടാ, ഞാൻ എവിടെ നിന്ന് കൊണ്ട് മാറിയപ്പോഴത്തേക്കും പോർച്ചുഗീസുകാർ കയറിതാ ഇതെല്ലാം പിടിച്ചെടുത്തോണ്ട് പോകുന്നുള്ളൊരു ഇത് വന്നു. ആകെ ടെൻഷൻ. അങ്ങനെ വാൻഗ്വൻസ് എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് തിരിച്ചു നേരെ കൊല്ലത്തേക്ക് പോകുന്നു. വാൻഗ്വൻസ് വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ പോർച്ചുഗീസുകാരുടെ പകുതി ധൈര്യവും പോയി എന്നും പറയണ്ട. എന്തായാലും വീണ്ടും തിരിച്ചടി നടന്നു. നല്ലൊരു തിരിച്ചടി നടക്കുകയും 1661 ഡച്ചുകാർ വീണ്ടും കൊല്ലം തിരിച്ചു പിടിച്ചു. അപ്പൊ 1658 കൊല്ലം പിടിച്ചെടുക്കുന്നത്. 59 ഉടമ്പടി. അത് കഴിഞ്ഞ് 59 തന്നെ പോർച്ചുഗീസുകാർ വീണ്ടും പിടിച്ചിട്ട് രണ്ടാമതായി ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1661 ഒറ്റ റാങ്ക് ഫൈനലും ഇല്ല, പുസ്തകത്തിലേ ഉള്ളൂ, ചരിത്ര പുസ്തകങ്ങളിലേ ഉള്ളൂ. ഓക്കെ, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അങ്ങനെ തിരിച്ചു പിടിച്ചു. കൊല്ലമൊക്കെ മൊത്തമായി ആരുടെ കയ്യിലായി. അപ്പൊ കൊളംബോ ഉണ്ട്, കൊല്ലം പോലുള്ള കേരളത്തിന്റെ തെക്കൻ സ്ഥലങ്ങളും ഒക്കെ ഇപ്പൊ ആരുടെ കൈവശമാണ്, ഡച്ചുകാരുടെ കൈവശമാണ്. നിങ്ങളിപ്പോ മാർത്താണ്ഡവർമ്മയൊക്കെ പഠിക്കുമ്പോൾ കുളച്ചൽ യുദ്ധം എന്നൊക്കെ പറയുന്നത് ഡച്ചുകാരുമായിട്ട് നടന്നതാണ്. അപ്പോ ഒരു തെക്കൻ കേരളമൊക്കെ അത്യാവശ്യം ഡച്ചുകാർക്ക് നല്ല ശക്തിയുള്ളൊരു സമയമാണ്. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്തു, കൊല്ലവുമായും തിരുവിതാംകൂറുമായി ഒരു പ്രത്യേക ഉടമ്പടി കൂടി ഡച്ചുകാരുണ്ടാക്കി. നേരത്തെ പോലെ ഒരു അബദ്ധം ഇനി പറ്റരുത്. ഒരു പ്രത്യേക ഉടമ്പടി ആരുണ്ടാക്കി, ഈ പറയുന്ന ഡച്ചുകാരുണ്ടാക്കി. അങ്ങനെ കുരുമുളകിന്റെ കുത്തകയും പോർച്ചുഗീസിനെ പുറന്തള്ളുന്നതിനും നയങ്ങളെ കുറിച്ചും പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു 1661 ശേഷം ഡച്ചുകാര് കൊല്ലവുമായും തിരുവിതാംകൂറുമായും ഉണ്ടാക്കിയ ഉടമ്പടി എന്നുള്ളത് വ്യക്തം. എന്നാൽ ഡച്ചുകാർ പിടിച്ചടക്കിയതിൽ കൊല്ലത്തേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള ഏതാണ്, 1663 കൊച്ചി പിടിച്ചടക്കിയ സംഭവങ്ങളാണ്. അടിപൊളി കഥയാണ്, സൂപ്പർ കഥയാണ്. അതായത് ഡച്ചുകാർക്ക് പ്രാബല്യം നേടിക്കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഏതാണ്, അവര് കൊച്ചി പിടിച്ചെടുത്തതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ കൊച്ചി രാജകുടുംബത്തിൽ ഇളയ താവഴിയിലെ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? കൊച്ചി രാജകുടുംബം നമ്മുടെ മട്ടാഞ്ചേരി കൊട്ടാരത്തില് എന്ത് ചെയ്തു, ഇളയ താവഴിയിലെ രാജാവ് മൂത്ത താവഴിയിലെ രാജാവിൽ നിന്നും അവിടുത്തെ മറ്റു ചില ആൾക്കാരുടെ സഹായത്തോടു കൂടി അധികാരം നൈസായിട്ട് അങ്ങ് പിടിച്ചെടുത്തു. എന്താണ്, ഇളയ രാജാവ്, ഇളമുറ രാജാവ്, ഇളയ താവഴി രാജാവ് എന്ത് ചെയ്തു, മൂത്ത താവഴിയുള്ള രാജാവിന്റെ കയ്യിൽ നിന്നും അധികാരം ഇങ്ങ് പിടിച്ചെടുത്തു. അങ്ങനെ മൂത്ത താവഴിയിലുള്ള രാജാവ് ആകപ്പാടെ ഡിസപ്പോയിന്റ് ഉണ്ടായി, ഭയങ്കര സങ്കടം. പക്ഷെ എന്നെ ഒന്ന് ഭരണം പോലെ ഉമാരുടെ ഒന്നും പിടിച്ചിരിക്കാൻ, ചെറിയ പിള്ളേരുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിന്നു. ആ സമയത്ത് കൊച്ചിയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? ആ കൊച്ചിയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ വിളിക്കുന്ന പേര് പാലിയത്തച്ഛന്മാരെന്നാണ് കേട്ടോ. മങ്ങാട്ടച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയുടെ പ്രധാനമന്ത്രിയാണ്. മങ്ങാട്ടച്ചനെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ, കുഞ്ഞാലി മരക്കാർ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനകത്തൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ പ്രധാനമന്ത്രിമാരെ വിളിക്കുന്നതാണ് പാലിയത്തച്ഛൻ. അപ്പൊ മൂത്തതാവഴിയിലെ രാജാവിന്റെ അടുത്ത് നമ്മുടെ ഈ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞു, തിരുമേനി നിങ്ങൾ ഈ പോർച്ചുഗീസ്, അപ്പൊ ഈ ഇളമുറ രാജാവ് അധികാരം പിടിച്ചെടുത്തത് ഇങ്ങനെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. ഈ ഇളയ താവഴിയിലെ രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി മൂത്ത താഴ്വരയിലെ രാജാവിന്റെ കയ്യിൽ നിന്ന് അധികാരങ്ങൾ പിടിച്ചെടുത്തു. ആരുടെ സഹായത്തോടു കൂടി? പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ. അപ്പൊ ഈ പറയുന്ന പാലിയത്തച്ഛൻ പറഞ്ഞു, തിരുമേനി
ഈ പോർച്ചുഗീസുകാരന്മാർ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡച്ചുകാർ തന്നെ വിചാരിക്കണം. കാര്യം അവരാണ് അടിപൊളി. അപ്പൊ അവരെ കൂട്ടുപിടിച്ചാലേ നമുക്ക് എന്ത് കിട്ടും? ഇത് നിങ്ങൾക്ക് അധികാരം തിരിച്ചു കിടത്തുള്ളൂ. അതുകൊണ്ട് നേരെ എങ്ങോട്ട് വിട്ടോളുക? നേരെ സിലോണിലെ കൊളംബോയിലോട്ട് വിട്ടോ. അവിടെ പോയി അവരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാനായിട്ട് ആര് പറഞ്ഞു? പാലിയത്തച്ഛൻ വന്ന് നമ്മുടെ മൂത്ത താഴ്വരയിലെ രാജാവിനോട് പറഞ്ഞു. അങ്ങനെ കൊളംബോയിൽ ചെന്ന്, കൊളംബോ ഒക്കെ പിടിച്ചെടുത്തല്ലോ, ഡച്ചുകാരെ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തല്ലോ. അപ്പൊ കൊളംബോയിൽ ചെന്ന് കാണാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ മൂത്ത താഴ്വര രാജാവ് കൊളംബോയിൽ ചെല്ലുന്നു, ഡച്ചുകാരെ കാണുന്നു. അപ്പൊ ഡച്ചുകാർക്ക് ഈ സമയത്ത് എന്താ ലക്ഷ്യം? എങ്ങനെയും ഇവിടുത്തെ രാജാക്കന്മാർക്കിടയിലെ ശക്തമായ ഒരു യൂറോപ്യൻ ശക്തിയായി മാറുക എന്നത് മാത്രമാണ് ആരുടെ ലക്ഷ്യം? ഈ പറയുന്ന ഡച്ചുകാരന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഡച്ചുകാർ എന്ത് ചെയ്തു? കൊച്ചിയുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനായിട്ട് തീരുമാനിക്കുകയാണ്. കഥയായിട്ട് കേൾക്കണേ, സജീവമായി ഇടപെടാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് പാലിയത്തച്ഛനായിക്കോട്ടെ, സാമൂതിരി ആയിക്കോട്ടെ, വടക്കൻകൂറ്, തെക്കൻകൂറ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും എന്തായിരുന്നു? ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. കൊച്ചി രാജാവും സാമൂതിരിയും കോലത്തിരി ഇവരെല്ലാവരും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരുന്നെങ്കിൽ ഈ സമയത്ത് സാമൂതിരി, പാലിയത്തച്ഛൻ, തെക്കൻകൂറ്, വടക്കൻകൂറ് ഇവരൊക്കെ ആയിട്ട് ഭയങ്കര യൂണിറ്റിയാണ്. ഈ തെക്കൻകൂറും വടക്കൻകൂറും ഉള്ള ചെറുകിട രാജാക്കന്മാരോട് ആർക്ക് ടൈപ്പുണ്ട്? ഡച്ചുകാർക്ക് ടൈപ്പുണ്ട്. സ്വാഭാവികമായിട്ട് ഇവരുടെ പിന്തുണയോടുകൂടി സാമൂതിരിയുടെയും പാലിയത്തച്ഛന്റെയും ഒക്കെ പിന്തുണ ആർക്ക് ലഭിക്കും? ഡച്ചുകാർക്ക് ലഭിക്കും. ഇതൊരു നല്ല അവസരമാണെന്ന് ആര് വിചാരിച്ചു? ഡച്ചുകാരന്മാർ അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ തുടർന്ന് നമ്മുടെ പുള്ളിക്കാരൻ, നമ്മുടെ ഹീറോ ആരാണ്? അഡ്മിറൽ വാൻ ഗുയൻസ്. അഡ്മിറൽ വാൻ ഗുയൻസിന്റെ നേതൃത്വത്തിലുള്ള ഡച്ച് സൈന്യം കൊച്ചി രാജാവിന്റെ മട്ടാഞ്ചേരി കൊട്ടാരം 4 ദിക്കൂന്നും വളഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴും കാണാതെ പോയാ 4 ദിക്കൂന്നും ആരുടെ? അഡ്മിറൽ വാൻ ഗുയൻസിന്റെ നേതൃത്വത്തിലുള്ള ഡച്ച് പട്ടാളം ചുറ്റും വളർന്നു. അതിശക്തമായ യുദ്ധം കൊട്ടാരത്തിന് മുമ്പിൽ വെച്ച് നടക്കുന്നു. ഇന്നത്തെ തൊട്ട് അതിന്റെ മുമ്പിൽ ഈ പാവക്കടയൊന്നുമില്ല, പാവക്കട ആന്റിക് ഷോപ്പ് ഒന്നുമില്ല, ഫുള്ള് കൊട്ടാരവും കായലും അതും ഇതൊക്കെ ഉള്ളൂ. ഭയങ്കര യുദ്ധം. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ കൊട്ടാരത്തിന്റെ മേള് ഭാഗത്ത് ഒരു പുള്ളിക്കാരി ഇരിപ്പുണ്ട്. ആ പുള്ളിക്കാരിയെ ഞാൻ പറഞ്ഞുതരാം. ഒരു റാണി അവിടെ ഇരിപ്പുണ്ടോ നിങ്ങളെ മനസ്സിൽ വരണം കേട്ടോ. അങ്ങനെ കൊട്ടാരം വളഞ്ഞു, വലിയ കൊട്ടാരം കൊട്ടാരത്തിന് മുന്നിൽ നടക്കുന്നു. പക്ഷെ ഒരുപാട് ഡച്ചുകാരെ ഈ പറയുന്ന ഈ ഇളയ താവഴി രാജാക്കന്മാരും കൊട്ടാരത്തിലെ ഭരണാധികാരികളുടെ സഖ്യവും അടിച്ച് വെട്ടിയൊക്കെ കൊന്നു കളഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഡച്ച് തോറ്റില്ല എന്ന് മാത്രമല്ല, ഇളയ താവഴിയിലെ 2 രാജാക്കന്മാരെ വധിക്കുകയും നിരവധി മന്ത്രിമാരെ കൊല്ലുകയും ചെയ്തു. ആര്? ഡച്ചുകാർ ഈ യുദ്ധത്തിൽ. അങ്ങനെ കൊട്ടാരത്തിന് മുമ്പിലാണ് യുദ്ധം നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ കൊന്നു. ഈ സംഭവങ്ങളെല്ലാം മാളിക മുകളിൽ നിന്ന് ഈ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന റാണി ഗംഗാധര ലക്ഷ്മി. ആരാണ്? റാണി ഗംഗാധര ലക്ഷ്മി. കൊച്ചി പിടിച്ചെടുക്കാൻ വേണ്ടി മട്ടാഞ്ചേരി യുദ്ധം നടക്കുന്ന സമയത്ത് റാണി ആരായിരുന്നു? റാണി ഗംഗാധര ലക്ഷ്മി. ഇതൊക്കെ കൊട്ടാരത്തിന്റെ മാളിക മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. യുദ്ധത്തിൽ ഇളയതാവഴിയിലുള്ള രാജാക്കന്മാർ മരിക്കുന്നതും അവരെ വെട്ടിക്കൊല്ലുന്നതും മന്ത്രിമാരെ കൊല്ലുന്നതും ഡച്ചുകാർ അടിച്ച് മുന്നോട്ട് വരുന്നതും മൂത്ത താവഴി രാജാവിന്റെ പിന്തുണയും എല്ലാം എന്ത് കാണുന്നുണ്ട്? ഈ ഗംഗാധര ലക്ഷ്മി, റാണി ഗംഗാധര ലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഡച്ചുകാരൻ ചെയ്തു? ഇവരെല്ലാം കൊന്നിട്ട് നേരെ കൊട്ടാരത്തിന് മുകളിലോട്ട് കയറി ഗംഗാധര ലക്ഷ്മിയെ പിടിച്ച് താഴെ ഇറക്കി അടിമയാക്കി വെച്ചു. അടിമയാക്കി വെച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം, മൂത്ത താവഴിയിലെ രാജാവിന് ഭരണം വിട്ടുകൊടുത്തോണമെന്ന് പറഞ്ഞു. അപ്പൊ ആകെപ്പാടെ റാണി മേടിച്ചു. കാര്യം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവന്മാര് അടിച്ച് തൂഫാനാക്കി വെട്ടി കൊന്നു കളഞ്ഞു. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, എന്തായാലും മൂത്ത താവഴി എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഗംഗാധര ലക്ഷ്മി എന്ത് ചെയ്തു? അപേക്ഷിച്ചു. അങ്ങനെ ആ ഒരു വിഷയം സോൾവ് ആകുന്നു. അങ്ങനെ അപ്പം എന്തായാലും എന്തായിരിക്കും പറയുന്നത്? മൂത്ത താവഴി രാജാവ് എന്ന് ഡച്ചുകാരോട് എന്തായിരിക്കും പറഞ്ഞത്? എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ എന്നെ സഹായിക്കണം. സഹായിച്ചാൽ കൊച്ചിയിലെ എല്ലാ അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും, കച്ചവട അവകാശങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളുടെ ആയിരിക്കും എന്നായിരിക്കും മൂത്ത താവഴി രാജാവ് പറഞ്ഞത്. എന്തായാലും പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിൽ വിട്ടുകൊടുത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, പോർച്ചുഗീസ് കൊച്ചി എന്ന് നമ്മൾ വിളിക്കുന്ന പ്രദേശങ്ങൾ. അങ്ങനെ ഈ പറയുന്ന മൂത്ത രാജാവിന്റെ വിജയം പോർച്ചുഗീസുകാർക്ക് വലിയൊരു തിരിച്ചടിയായി, ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഈ ഒരു തിരിച്ചടി മനസ്സിലാക്കിയ പോർച്ചുഗീസുകാരുടെ ഡച്ചുകാർ എന്ത് ചെയ്തു? പോർച്ചുഗീസ് കൊച്ചിയെ 3 വഴിയിലൂടെയും കയറി ആക്രമിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ 1662 ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാർ അടിക്കുന്നെങ്കിൽ ഡച്ചുകാർ കയറി ഇവരെ യുദ്ധം ചെയ്യുന്നെങ്കിൽ പോർച്ചുഗീസുകാരുടെ കുത്തക പ്രദേശമാണല്ലോ, പോർച്ചുഗീസുകാരെ വരെ അടിച്ചോടിച്ചു കളയും. ഡച്ചുകാർ തോക്കും 1662. എന്നാൽ പിന്നീട് ഡച്ച് തിരിച്ചടിക്കും. അതായത് അങ്ങനെ ഈ പറയുന്ന ഈ പോർച്ചുഗീസുകാർ ഈ സമയത്ത് ഈ പുറക്കാട് രാജാവുമായിട്ടും ഒക്കെ ചെറിയ ടൈപ്പൊക്കെ ഒക്കെ. എന്തായാലും ഈ പുറക്കാട് രാജാവ് അതുപോലെ തന്നെ നമ്മളുടെ ഈ കൊച്ചി രാജകുടുംബത്തിലെ ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്ന് ഈ പറയുന്ന ഡച്ചുകാർക്കെതിരെ നീങ്ങാമെന്ന് പോർച്ചുഗീസുകാർ തീരുമാനിക്കുന്നു. പക്ഷെ ഈ ആദ്യത്തെ പരാജയം ആരുടെ മനസ്സിലുണ്ട്? ഡച്ചുകാരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഈ ഡച്ചുകാർ എന്നായിരുന്നു അറിയാമോ?
ഈ ഡച്ചുകാര് നൈസായിട്ട് ചെന്നിട്ട് നമ്മുടെ ഇവിടുത്തെ തിരുവിതാംകൂറിലെ 8 വീട്ടിൽ പിള്ളമാരെന്നൊക്കെ പറയും പോലെ തന്നെ അവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ ഡച്ചുകാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൈമൾമാർ എന്ന് പറയും. 5 കൈമൾമാർ. ഈ 5 കൈമൾമാരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്തു? കൊച്ചിയിലെ പോർച്ചുഗീസ് സങ്കേതങ്ങൾക്ക് നേരെ ശക്തമായ യുദ്ധം അഴിച്ചുവിട്ടു. ആരുടെ സഹായത്തോടെ? 5 കൈമൾമാരുടെ. ഞാൻ നോട്ടൊന്നും ഇനി പറയില്ല. ഈ ലെക്ചർ നോട്ടിൽ ഈ പറയുന്ന കണ്ടന്റ് എടുത്തു പറയുന്ന കണ്ടന്റ് ഉറപ്പായിട്ട് എഴുതി പൊക്കോണം കേട്ടോ. അപ്പോ ഈ പറയുന്ന ഡച്ചുകാർ ആരുടെ സഹായത്തോടു കൂടിയാണ്? 5 കൈമൾമാരുടെ സഹായത്തോടു കൂടി പോർച്ചുഗീസ് സങ്കേതങ്ങൾ ശക്തമായി ആക്രമിക്കുകയും മുഴുവൻ പോർച്ചുഗീസ് സങ്കേതങ്ങളും ഡച്ചുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഡച്ചുകാർ മൂത്തതാവഴി രാജാവായ വീരകേരളവർമ്മയുടെയും പാലിയത്തച്ഛന്റെയും ഈ സമയം ഡച്ചുകാര് എന്ത് ചെയ്തു? മൂത്തതാവഴിയിലെ രാജാവായ വീരകേരളവർമ്മയെയും പാലിയത്തച്ഛന്റെയും സഹായത്തോടു കൂടി കൊച്ചി കോട്ട ആക്രമിക്കുകയും നീണ്ട യുദ്ധത്തിനു ശേഷം 1663 ജാനുവരി 6-ന് 1663 ജാനുവരി 6-ന് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുകയും ചെയ്തു. അതാണ് 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത്. ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് ആണ് അവർക്ക് ഉണ്ടാക്കിയത്. വലിയൊരു മാറ്റമാണ് ഡച്ചുകാർക്കിടയിൽ ഉണ്ടായത്. അങ്ങനെ ഈ വീരകേരളവർമ്മയെ കൊച്ചിയുടെ ഭരണാധികാരിയായി ഇതിനൊക്കെ ശേഷം ഡച്ചുകാർ അവരോധിക്കുകയും ചെയ്തു. കൊച്ചിയുടെ അധികാരി ഇനി വീരകേരളവർമ്മയാണെന്ന്. കാരണം അവരെല്ലാവരും സഹായിച്ചാണല്ലോ, എല്ലാവരുടെ ഒറ്റക്കെട്ടിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊച്ചിയുടെ ഈ പറയുന്ന മാത്രമല്ല, ഈ സഹായം കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി നടക്കണമല്ലോ. എന്താണിരിക്കും? ഈ കുരുമുളകിന്റെ കുത്തക അവകാശം എന്ന് പറയുന്നത് പൂർണ്ണമായും ആർക്ക് കൊടുത്തു? ഡച്ചുകാർക്ക് കൊടുത്തു. ആര്? ഈ വീരകേരളവർമ്മ അല്ലെങ്കിൽ മൂത്തതാവഴിയിലെ രാജാവ് ഈ പറയുന്ന ഡച്ചുകാർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൊച്ചി യുദ്ധത്തിൽ സഹായിച്ചതിന്റെ പ്രത്യുപകാരം എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ അങ്ങനൊന്നും പഠിക്കണമെന്നില്ലെങ്കിൽ പോലും അപ്പൊ അതിന്റെ പ്രത്യുപകാരം എന്ന പോലെയാണ് 1663 സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നൊക്കെ പറഞ്ഞിരുന്ന പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട എന്ത് ചെയ്തു? ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ച് സാമൂതിരിക്ക് കൈമാറുകയും ചെയ്തു. അത് ഡച്ച് കോട്ടയാണ്, ഇപ്പൊ ഡച്ചിന്റെ അധീനതയിലാണ്. പക്ഷെ അത് സാമൂതിരിക്ക് സേഫ് ആണല്ലോ, സാമൂതിരിയുമായിട്ട്. കാരണം 1661 ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. ആ ഉടമ്പടിയെ നമ്മൾ അഴീക്കോട് സന്ധി എന്നാണ് വിളിക്കുന്നത്. അഴീക്കോട് സന്ധി. ഈ അഴീക്കോട് സന്ധി പ്രകാരം ഇവർ തമ്മിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 1663 പള്ളിപ്പുറം കോട്ട ആര് പിടിച്ചെടുത്തത്? ഈ പറയും പോലെ നമ്മളുടെ ഡച്ചുകാർ പിടിച്ചെടുക്കുകയും ഈ പറയുന്ന കോട്ട സാമൂതിരിക്ക് അനുകൂലമായ നിലപാട് ചെയ്യുകയും. പക്ഷെ അത് ഡച്ച് കോട്ട തന്നെയാണ് കേട്ടോ പിന്നീട് പള്ളിപ്പുറം കോട്ട. അങ്ങനെ അത് കഴിയുന്നു. അങ്ങനെ ഡച്ചുകാർ 1663 പോർച്ചുഗീസുകാരിൽ നിന്നും പിന്നീട് പിടിച്ചെടുക്കുന്ന ഈ പറയുന്ന കോലത്തിരിയുടെ ഭാഗമായി നിന്നിരുന്ന കണ്ണൂർ കോട്ട, സെന്റ് ആഞ്ചലോസ് ഫോർട്ട് പിടിച്ചെടുത്തു. നമുക്കറിയാം റീനെയിം ചെയ്തതും സെന്റ് ആഞ്ചലോസ് ഫോർട്ട് എന്ന പേര് കൊടുത്തതും ഒക്കെ ആരാണ്? അത് കഴിഞ്ഞ പോർച്ചുഗീസ് എന്ന ക്ലാസ് കണ്ടാൽ അത് കൃത്യമായ കഥ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെ ഈ പറയുന്ന സെന്റ് ആഞ്ചലോസ് ഫോർട്ടും ഡച്ചുകാർ പിടിച്ചെടുക്കുന്നു. അതിനെ എന്ത് ചെയ്തു? കോലത്തിരിയുമായി ഉടമ്പടി ഉണ്ടാക്കുകയും സെന്റ് ആഞ്ചലോസ് ഫോർട്ട് പുതുക്കി പണിയുകയും ചെയ്തു. ആര്? ഡച്ചുകാർ. എന്ന് 1663 തന്നെയാണ്. അപ്പൊ പള്ളിപ്പുറം കോട്ടയും സെന്റ് ആഞ്ചലോസ് ഫോർട്ടും തമ്മിൽ ഡച്ചുകാർക്ക് ബന്ധം വരുന്ന ഒരേ സമയത്ത് തന്നെയാണ്. ഓക്കെ. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടേക്കാണ്? ഒബ്വിയസ്ലി നമുക്ക് പറയാം. ഫസ്റ്റ് വൺ കൊല്ലം, രണ്ടാമത്തത് കൊച്ചി. ഇനി അത് തെറ്റിക്കരുത്. കൊല്ലം അല്ലെങ്കിൽ കൊച്ചി, ഇത് രണ്ടുമാണെന്ന് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 1744 കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇന്ന് കാണുന്ന ബോൽഗട്ടി പാലസ് ഉണ്ടല്ലോ, കൊച്ചി ബോൽഗട്ടി പാലസ് പണി കഴിപ്പിക്കുന്നത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൽഗട്ടി പാലസ് പണി കഴിപ്പിക്കുന്നതും ആരാണ്? ഈ പറയും പോലെ ഡച്ചുകാരാണ്. അതുപോലെ നിങ്ങൾക്കറിയാം 1723 മാവേലിക്കര ട്രീറ്റി. നമ്മൾ മാർത്താണ്ഡവർമ്മ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുന്നതാണ് മാവേലിക്കര ഉടമ്പടി എന്നൊക്കെ പറയുന്നത്. ഈ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടായിരുന്ന ഉടമ്പടിയാണ്. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ കായംകുളം പോലുള്ള ചെറുകിട രാജ്യങ്ങളുമായിട്ടുള്ള വലിയൊരു ബന്ധം, വലിയ ബന്ധം ആർക്കുണ്ടായിരുന്നു? ഡച്ചുകാർക്കുണ്ടായിരുന്നു. അപ്പോ അതിന് ഒരു കടിഞ്ഞാണിടുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാർത്താണ്ഡവർമ്മ, അതായത് ഡച്ചുകാർക്ക് ഒരു പിടി കൊടുക്കാൻ വേണ്ടി, അവരെ ഒന്ന് വശത്തിന് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ട്രീറ്റി ആയിരുന്നു മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. 1753 മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മാർത്താണ്ഡവർമ്മ പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഓക്കെ. അങ്ങനെ 1789
നിങ്ങൾക്കറിയാം 1789 കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ധർമ്മരാജയുടെ കാലഘട്ടമാണ് അല്ലെ. ധർമ്മരാജയുടെ കാലഘട്ടത്തിൽ നമ്മളുടെ ഈ പറയുന്ന മൈസൂർ ഇൻവേഷൻ ഉണ്ടാകുന്നു എന്ന സാധ്യത മുൻകട്ടിക്കൊണ്ട് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഡച്ചുകാരിൽ നിന്നും വാങ്ങിയതാരാണ്? ഈ ധർമ്മരാജയാണ്. അപ്പോ കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട എന്നിവ 1789 ധർമ്മരാജ വാങ്ങുന്നുണ്ട്. നമ്മൾ ധർമ്മരാജ പഠിക്കുമ്പോൾ പഠിക്കും. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചായിട്ട് പറഞ്ഞിരുന്നത്. വളരെ അടിപൊളി ഒരു കഥയുണ്ട് അതിന് പിന്നില്. അതായത് ഇദ്ദേഹത്തിന് ധർമ്മരാജ എന്ന് പേര് പോലും കിട്ടുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ധർമ്മരാജ എന്ന പേര് പോലും കിട്ടുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ അവിടെ ആ കഥയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോ അങ്ങനെ ഈ പറയും പോലെ നമ്മുടെ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഒക്കെ ആര് പിടിച്ചെടുത്തു? പിടിച്ചെടുക്കുകയല്ല, ധർമ്മരാജ വാങ്ങുന്നത് ആരുടെ കയ്യിൽ നിന്നായിരുന്നു? ഡച്ചുകാരുടെ കയ്യിൽ നിന്നാണ്. ഇനി ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്താണ് അവരുടെ കുഷ്ഠരോഗികൾക്കായി ഒരു ആശുപത്രി ആരംഭിക്കുന്നത്. ആരാണ് ആരംഭിക്കുന്നത്? ഡച്ചുകാരാണ് ആരംഭിക്കുന്നത്. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായി ഒരു ആശുപത്രി ആരംഭിക്കുന്നവരാണ് ഈ പറയുന്ന ഡച്ചുകാരാണ്. ഓക്കെ. അതുപോലെ തന്നെ പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂറിന് കൈമാറുന്നത് 1798 ഞാൻ പറഞ്ഞല്ലോ. 89 ധർമ്മരാജ വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. 98 അത് കൈമാറുന്നുണ്ട് പൂർണ്ണമായും. ഓക്കെ. പിന്നെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പോർച്ചുഗീസിന്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഉപ്പു നിർമ്മാണം, തുണിക്ക് ചായമുക്കൽ, ഡൈയിങ്. ഓക്കെ. ഉപ്പു നിർമ്മാണം, തുണിക്ക് ചായമുക്കൽ, തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം, പിന്നെ അതുപോലെ തൈ വിതരണം ചെയ്യുക. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിരുന്നു എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് അല്ലെ. ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഡച്ച് അഡ്മിറലായ വാൻഡ്രീഡ് രചിച്ച പുസ്തകമാണ് എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അന്നത്തെ അഡ്മിറലായ വാൻഡ്രീഡ് രചിച്ച ഗ്രന്ഥമാണ് എന്ത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയിൽ രചിച്ച ഒരു ഗ്രന്ഥമാണിത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. കേരളാരാമം അല്ലെങ്കിൽ കേരളാരാമം എന്നറിയപ്പെടുന്ന ബുക്കാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. കേരളാരാമം എന്നറിയപ്പെടുന്ന ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. 1678 1703 കാലഘട്ടങ്ങളിൽ 1678 1703 കാലഘട്ടങ്ങളിൽ ആംസ്റ്റർഡാമിൽ നിന്നും 12 വാല്യങ്ങളായിട്ടായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് പബ്ലിഷ് ചെയ്തത്. 12 വാല്യങ്ങൾ, 12 വോളിയംസ് ആയിട്ടായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത് എന്ന് ഓർക്കുക. ഇതിൽ പ്രതിപാദിച്ച ആദ്യ വൃക്ഷം എന്ന് പറയുന്നതും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കെന്ന് പറയുന്നതും ഒന്ന് തെങ്ങ്. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രതിപാദിച്ച ആദ്യ വൃക്ഷവും മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ വാക്കും ഏതാണ്? തെങ്ങ് എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ അവസാനം പരാമർശിച്ചിരിക്കുന്ന വൃക്ഷമാണ് ആൽമരം. കേട്ടോ, ആൽമരമാണ് ഇതിൽ അവസാനം പരാമർശിച്ചിരിക്കുന്ന വൃക്ഷം. ഓക്കെ. ഇനി ഇതിന്റെ രചനയിൽ സഹായിച്ച ഒരു കേരളീയനായ അല്ലെങ്കിൽ മലയാളിയായ ഒരു വൈദ്യനുണ്ടായിരുന്നു. അതായത് ഹോർത്തൂസ് മലബാറിക്കസിന് വാൻഡ്രീഡിനെ സഹായിച്ച മലയാളിയായ ഒരു വൈദ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഇട്ടി അച്യുതൻ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രാഥമിക വിവരങ്ങളായിട്ടാണ്. ഇതൊക്കെ വലിയ കഥയായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതാൻ വാൻഡ്രീഡിനെ സഹായിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ്, ഇതിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്ന് പറയുന്നത് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നിവരായിരുന്നു ഇതിനെ സഹായിച്ച എന്ത്? ഗൗഡ സാരസ്വത ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഇവര് 3 പേരുമായിരുന്നു. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന പുസ്തകം വെറുതെ അങ്ങ് അച്ചടിക്കുമല്ലോ, അതിൽ കുറെ പടങ്ങളൊക്കെ വേണമല്ലോ. ഈ പടങ്ങളൊക്കെ വരച്ച ആളുടെ പേരാണ് ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിനെ ചിത്രങ്ങൾ വരച്ച ആളാണ് ആര്? ജോൺ മാത്യൂസ് എന്ന് പറയുന്നത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ് KS മണിലാൽ എന്ന് പറയുന്നത്. ഓക്കെ, KS മണിലാൽ എന്ന് പറയുന്നത്. ഓക്കെ, മാവേലിക്കര ഉടമ്പടി കിടപ്പുണ്ട്. 1753 മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് മാർത്താണ്ഡവർമ്മ പഠിക്കുമ്പോൾ വിശാലമായി പഠിക്കാനുണ്ട്. അതപ്പോൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തായാലും സംഭവം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഉടമ്പടിയായിരുന്നു. ഒന്നുമില്ല, ഇവര് ചെറുകിട രാജാക്കന്മാരുടെയോ
ആഭ്യന്തര കാര്യങ്ങളിലും അതുപോലെ തിരുവിതാംകൂറിന്റെയും ചെറുകിട രാജാക്കന്മാരും തമ്മിലുള്ള പ്രാദേശിക രാജാക്കന്മാരും തമ്മിലുള്ള ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെട്ടു പോകരുത് എന്ന് പറയുന്ന ഒരു താക്കീതായിരുന്നു എന്ത് ഈ മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത് 1753 മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ.